ദേശീയപാത നവീകരണത്തിന്റെ പേരിൽ ഒരു നാടിന് നിഷേധിക്കപ്പെടുന്ന യാത്രാ സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടാനായി കോഹിനൂറിലെ KNRC കമ്പനി ഓഫീസിലേക്ക് ഐക്യ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. പിന്നെ MLAയും കേരളത്തിലെ 150 MLAമാരും പാർലമെന്റിലെ മുഴുവൻ MP മാരും ഈ വകുപ്പ് മന്ത്രിമാരും നാഷണൽ ഹൈവേ അതോറിറ്റിയൊക്കെ ഫയൽ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ പ്രശ്നത്തിന് പരിഹാരം ഇല്ലെങ്കിൽ ഈ റോഡിന്റെ എല്ലാ മെറ്റീരിയൽസും കൂട്ടിയിട്ടുള്ളത് ഈ KNR ഓഫീസിലാണ്. ഒരു സാധനം പോലും പുറത്തിറങ്ങില്ല എന്ന് ഞങ്ങൾ പറയുകയാണ്. ഇതൊരു സമരത്തിന്റെ തുടക്കം മാത്രമാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു മാസം മുന്നേ KNR ഓഫീസ് അധികാരികളുടെ മുന്നേ വന്നിട്ടുണ്ട്. അധികാരികൾ ഞങ്ങൾക്ക് കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഒരു സാധനം പോലും ഈ KNR ഓഫീസിൽ നിന്ന് ചില ആളുകൾക്ക് ചോദിക്കുന്നുണ്ട്, എന്തിനാ KNR ഓഫീസിലേക്ക് പോലും മാർച്ചത്? KNR ഓഫീസിൽ അതിന്റെ മെറ്റീരിയൽസ് ഉള്ളത്, KNR ഓഫീസ് അത് ഉദ്യോഗസ്ഥന്മാരുള്ളത്. ഇവരുമായി ഞങ്ങളിവിടെ വിട്ട് മാർച്ച് വന്നത് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ട് സഞ്ചാരം നടത്തിയിരുന്ന വഴിയാണ് ദേശീയപാത വികസനത്തിന്റെ പേരും പറഞ്ഞ് നാടിന്റെ യാത്രാ സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് വളരെ ലാഘവത്തോടെ കൊട്ടിയടക്കാൻ ശ്രമിക്കുന്നത്. ദേശീയപാതയിൽ നിന്നും കാലിക്കറ്റ് വിമാനത്താവളത്തിലേക്കും കൂടാതെ കൊണ്ടോട്ടി, നിരോൽപ്പാലം, പെരുവള്ളൂർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കടക്കമുള്ള ബസ്സുകൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലേക്ക് ദേശീയപാതയുടെ ഇരുഭാഗത്തുള്ള സർവീസ് റോഡുകളിൽ നിന്നും വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ നാടിന് വലിയ തോതിലുള്ള യാത്രാ ദുരിതം അനുഭവിക്കേണ്ടി വരും. ദേശീയപാതയുടെ ഇരുവശത്തായി പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി, കോളേജ് തലം വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളതിനാൽ പ്രദേശത്തെ രണ്ടായി വിഭജിച്ച് റോഡ് കൊട്ടിയടക്കപ്പെടുന്നതോടെ കുരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കടുത്ത യാത്രാ ദുരിതം നേരിടേണ്ടി വരുമെന്ന് ആശങ്കാജനകമാണ്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ യാത്രാ ദുരിതം വിവരിച്ച് നാടിൻ്റെ നിവേദനങ്ങൾ കൈമാറുകയും സമരങ്ങൾ നടത്തുകയും ചെയ്തിരുന്നെങ്കിലും ഇതെല്ലാം അവഗണിക്കപ്പെടുകയായിരുന്നു ദേശീയപാത അതോറിറ്റി. ജനപ്രതിനിധികൾ വിഷയത്തിൽ വേണ്ടത്ര ഇടപെടലുകൾ നടത്തിയില്ലെന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു. തുടർന്നാണ് നാടിനെ ഒന്നടങ്കം ഏകോപിപ്പിച്ച് മനുഷ്യൻ്റെ അവകാശമായ യാത്രാ സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടാൻ ഐക്യ സമരസമിതിയുടെ നേതൃത്വത്തിൽ കോഹിനൂറിലുള്ള ദേശീയപാത നിർമ്മാണ കമ്പനി ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. നാടിൻ്റെ ആവശ്യം ഇനിയും അവഗണിക്കപ്പെടുകയാണെങ്കിൽ ദേശീയപാത നിർമ്മാണ പ്രവൃത്തി സ്തംഭിപ്പിക്കും വിധം ജനകീയ പ്രക്ഷോഭത്തിന് നാട് നേതൃത്വം നൽകുമെന്ന് ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. പ്രദേശത്തെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, വ്യാപാരികൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കാളികളായി. ഐക്യ സമരസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബഹുജന മാർച്ച് പി. അബ്ദുൽ ഹമീദ് MLA ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ PT ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. സമരസമിതി കൺവീനർ മുഹമ്മദ് ബാബു, PV ഹുസൈൻ മാസ്റ്റർ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം TPM ബഷീർ, തേഞ്ഞിപ്പലം പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ T വിജിത്ത്, CK അബ്ബാസ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിന്ദു തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P മിനി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PV ജാഫർ സിദ്ദീഖ്, നസീമ യൂനുസ്, ധനജ് ഗോപിനാഥ്, M സുലൈമാൻ, ഉമ്മു ആയിഷ, വിജിത, പറമ്പൻ നീലകണ്ഠൻ, വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ അൻമൂദ് കടശ്ശേരി, MM ബഷീർ, ഫിറോസ് കള്ളിയിൽ, AK സൈനുൽ ആബിദ്, KT ആസീസ്, ഷംസുദ്ദീൻ മച്ചിങ്ങൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ K മുഹമ്മദ് റഫീഖ്, മുഹമ്മദ് പാലയിൽ, KP ബീരാൻകോയ, PV ഷറഫുദ്ദീൻ ഹാജി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സമരസമിതി നേതാക്കൾ MLAയുടെ നേതൃത്വത്തിൽ KNRC അധികാരികളുമായി ചർച്ച നടത്തി. അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് നേതാക്കൾ കമ്പനി അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് പ്രഭാതം, തേഞ്ഞിപ്പലം.